ഇതെന്താ അമ്പലത്തിൽ കിടന്ന് കറങ്ങുന്നേ? ഇപ്പൊ സമയം എത്രയെന്നറിയാം? ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ? ഒന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണെന്ന് പറഞ്ഞു. ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. മാഷെന്താ ഇതിലെ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സംഘമുണ്ട്. ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും. എന്നാ വൈകണ്ട. അസ്സലാമലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞൂടെ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഇദ്രുനി സുഷ്മത്. എങ്ങനെ? താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ. അല്ല, അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. ഹിന്ദിയല്ല, അറബിയാ. മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തുള്ള ദുഃഖം തോയി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ പിയൂൺ മാസ്റ്റർ സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാരം അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന്. റോട്ടുമലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാരം കെട്ടോള് മൂസേ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് അന്നേരം കാണാൻ പറ്റാൻ വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മള് മാഷന്മാരും ടീച്ചർമാരും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വരി. ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല. കേന്ദ്ര പാർട്ടി വരണു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര പാർട്ടി പറഞ്ഞുകൊണ്ടൊന്നും വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വരി. ഇതാണ് നമ്മളെ പുതിയ അറബി മുനിസിറ്റി. മുനിഷിറ്റി അല്ലടോ, മുനിഷി എന്ന് പറയണം. ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാസ്റ്റർ. പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പര് ഞാൻ കമാലുദ്ദീൻ. സയൻസ് ആണ് വിഷയം. നമസ്കാരം. എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. ഏത് വിഷയവും ഞാൻ കൈകാര്യം ചെയ്യും. വഅലൈക്കും അസ്സലാം. ഇരിക്കൂ. നല്ല ഭംഗിയുള്ള ടീച്ചറല്ലേ? എന്താ? എന്റെ പേര് ഗായത്രി എന്നാ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? അബ്ബാസ്, അബ്ദുള്ള, മുഹമ്മദ്, ഉസ്മാൻ, അൻഡ്രു, സൂറ, കൽജ, നസീമ, സുബൈദ, സീനത്ത്, റഫിയ, ജമീല, സൈനബ, സബീന, നൗഷാദ്, അൻവർ, സിദ്ദീഖ്, ഇബ്രാഹിം, ഖാദർ, സലാഹുദ്ദീൻ, അലി, സക്കില, അബിത, രംല, ഷമില, സഫിയ. നിങ്ങളുടെ പൊരേടിയാ ടീച്ചറെ? നിങ്ങളുടെ പൊരേടിയാന്ന്? എന്താ? ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്. ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ. ടീച്ചറുടെ മകനെ കഴിഞ്ഞാണോ? എന്താ? ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നോ അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. നിങ്ങളൊന്ന് പോയാട്ടെ മാഷ, ആളെ സ്വീപ്പാക്കാതെ. എന്താണ് ചിരിക്കുന്നത്? സൈലന്റ്, സൈലന്റ്. എങ്ങോട്ടാ വാരേ ഓടണേ? വായുളി വാങ്ങിക്കാനൊന്ന് പോണോ? എന്താ? വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എനിക്കറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയടൂ. ആചാര്യയുടെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. നമ്പൂരി പെൺകുട്ടി? ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചഭാഷ പഠിപ്പിക്കേ? ഈ കഷ്ടം. ആ ശേഖരൻ മാഷ ശുപാർശയാന്നാ കേട്ടത്. അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശനും ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകള്. നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കൊല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേന്നെ, എനിക്കൊരു സംശയം. ഇത് ഹാജിയാരും മനഃപൂർവ്വം ചെയ്ത പണിയാണോ? എങ്ങനെ? അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വച്ചാൽ ഹാജിയാര് കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്? സൂറാബി, ടീച്ചർ പറഞ്ഞേ. അയ്യോ, അറബി നമ്പൂരിച്ചു പോണ. വരി ബീവാത്തോ, ഷക്കീല, വരി വരി. അറബി നമ്പൂരിച്ചു പോണ കാണാൻ വരി. വരി റംല, നസീമ, അറബി നമ്പൂരിച്ചു പോണ. വരി വരി, വേഗം വരി. അമ്മായി, അമ്മായി, അമ്മ, അമ്മായി, അമ്മായി,
അറബി സംഭവിച്ച് വരുന്നുണ്ട്. കാണണമെങ്കിൽ വെക്കം വരി. അറബി സംഭവിച്ച അതെന്താ അങ്ങനെ വിസ്തരിക്കണ്ട, അങ്ങോട്ട് നോക്കി. ആ നടുവില് വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണേ, ഓടി മണി കിഴക്കാൻ കാണുള്ള. പിന്നെ ഇങ്ങനെ നിങ്ങൾ കാണാം. അത്ര കുട്ടിയെ ആമിനുമ്മ. ഉമ്മ, ഉമ്മ എന്താ ഇവിടെ? ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ, രാത്രി കുട്ടി. നിങ്ങൾ നടന്നോളി. വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയേക്കണത്? വേഗം പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഓ, ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാന്ന് അതൊന്നും പറ്റൂല. നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കണ തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ പെരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ. പടച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം. വാലൈക്കും സലാം. പിടിച്ചോളി. ആ വന്ന് വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ടുണ്ടല്ലോ. ഇന്ന് സ്കൂളിൽ പോയില്ലേ പൈസി? സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ പയ്യ. അത് ഇതും തിന്നാൻ കൊടുത്ത് കുട്ടികൾക്ക് ദുശീലം പഠിപ്പിച്ചിരുന്നു. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞാല്. കൊതി കൊണ്ടാ മോളെ, ഒരെണ്ണം കുറുപ്പച്ചനും കൊടുത്തേ. ഒന്നാമത് തന്നാലുണ്ടല്ലോ. ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായി അല്ല എന്തും കൊടുക്കും. ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറുപ്പച്ച. എടാ കണ്ണിടല്ലടാ. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത്. ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി, ശേഖരൻ എന്നെ കൊല്ലു. ഞമ്മളൊരു കളിത്തമാശ പറഞ്ഞല്ലേ കുറുപ്പച്ച. നിങ്ങളാ പാത്രം ഇങ്ങേരി. ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ്. പക്ഷെ കൈപ്പുണ്യുള്ളൊരു ബെറ്റ് ഉണ്ടാക്കണം മോളെ. എന്നെന്താ എന്തിനാണ് വർത്തമാനം പറയുന്നത്? എത്തിക്കാനുള്ള സൂത്രല്ലേ? ഓ, എണ്ണം തെറ്റിയ സബൂറാക്കണ ഒരാളെ മീന്റെ ചെതുമ്പല് വരെ എണ്ണി വെക്കണ ആളല്ലേ നിങ്ങള്. ഞമ്മളിവിടെ വരണം, നിങ്ങൾക്ക് മീൻ തരാനില്ല. നമ്മുടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ? അപ്പൊ നീ നാളെ മിഠായി കൊണ്ട് വരും. വരും. മോളെ, ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും, കുഴിപ്പല്ല് വരും. അപ്പൊ കുറുപ്പമാവ് എന്തോരം മിഠായി തിന്നിട്ടുണ്ട്. നേരം വരെ എവിടെ പോയി കിടക്കേന് എന്റെ കുഞ്ഞാലിയെ? ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ? നാ പിടിച്ചോളി. ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് ഇങ്ങക്ക് ചോറ് ഇറങ്ങായിരിക്കും. കുഞ്ഞാലിയെ അറിഞ്ഞോയ്യേ? എന്ത്? പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിക്കണ്. ഗാത്രക്കുട്ടിയാ? ആ, ഇവിടെ വന്നാ? എപ്പോ? എവിടുന്ന്? എങ്ങനെ? ഞമ്മൾ ഇബ്രാഹിം ഹാജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മളെ ഗാത്രിക്കുട്ടി. എന്റെ റബ്ബേ, നമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങോട്ടാ അമ്മ പോയത്? പട്ടരുമഠത്തിലെ ചേതുലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം. പടച്ചോനെ, ഞമ്മക്ക് കാണാൻ കൊതിയാവണ്. ഓള് പറഞ്ഞിക്കണ അമ്മ. താരെല്ലാം എടുത്ത് ബൊമ്പൊത്തിയായിക്കണ്. ഉമ്മ, ഞമ്മൾ ഇപ്പൊ വരാം. ഇന്ന് നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബൈക്ക് പോയിക്കാം. ഇല്ലമ്മ, ഞമ്മളൊന്ന് കണ്ടേ ചോടി വരാം. പ്രിയമുള്ള അച്ഛനും രുക്മിണിയും ശ്രീദേവിയും അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു. കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ, അയ്യര് സാറിനോട് കുട്ടി രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ? പിന്നെ കുഞ്ഞാലിയല്ലേ? അപ്പൊ ഓർമ്മയുണ്ടല്ലേ? എന്റെ ഈശ്വര, എത്ര വലിയ ആളായിപ്പോയി. രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ്, വിവരം അറിയാണ്ട് ബയലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അള്ള തിരിയില്ല. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്. കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്? ആ, ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയന് അമ്പലക്കുളം മേത്തച്ചെറുക്കം ബെടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും
പുളിയുറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതൊക്കെ മറന്നുപോയാ? ആ അതൊക്കെ പോട്ടെ. ആരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇടയ്ക്ക് വരും. വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ? വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാത്താക്കൂല്ലേ? ആരാത്? ഞമ്മളാണ്. രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ, ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണാം. അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ? പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോനാ. ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല. കണ്ണി കണ്ട കീഴ്ജാതിക്കാരൊക്കെ ഇവിടെ കയറി അശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എങ്ങനെ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനുള്ള പോവാ. പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട്? ഒരു പിരിവിന് എന്നാ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം. പറഞ്ഞോ എന്താ? ഇനി ഈ ഭൂമി മലയാളത്തിലെ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ. താൻ കാര്യം പറയൂ. കുട്ടപ്പൻ നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന്? അതെ, കൊടുക്കില്ല എന്നയാൾ സമ്മതിച്ചല്ലേ? നല്ല സമ്മതം. നായരുടെ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറിച്ചു വിട്ടു. രജിസ്റ്റർ ഓഫീസിലെ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ. ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദവും. അവൻ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ട് വേണോ? മേനോൻ വരുന്നുണ്ട്, കൂടെ ഒരു പടയുണ്ട്. താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ. എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആചാര്യർക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു. അതിനെന്താ? അതിനെന്താന്നു? ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി. സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. പോരെ? അതിന് നിന്റെ സമ്മതം വേണ്ടടോ. ഇപ്പൊ വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും, തോന്നിയ ആൾക്ക് മറിച്ച് വിൽക്കും, പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരാൽ ചോദിക്കാൻ? ഈ കുള്ളി എടുത്താ നീ തല ചൊറിയുന്നു. ഒന്ന് പോടോ അവിടുന്ന്. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം? അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വിരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഉണ്ടണ്ട. താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ? കാണിച്ചു തരായിരുന്നു. പിന്നൊരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരം പറഞ്ഞാണ്.